ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ ട്രിപ്പിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇന്ന് സ്കൂളിൽ അവർ കൾച്ചറൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. ഹിയോക്കിയുടെയും മധുരയുടെയും ക്ലാസ് റൂമിലുള്ളവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അവരുടെ ക്ലാസ് റൂം ഒരു ഹാലോവിൻ കഫേ ആക്കാൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഓരോരുത്തരും ഓരോ കോസ്റ്റ്യൂമിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ മധുരയും അവൻ്റെ ഫ്രണ്ട്സും റെഡിയായി കഴിയുമ്പോഴത്തേക്കും ഹിയോക്കിനെ മധുരയെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ്റെ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കോസ്റ്റ്യൂംസ് ഇരിക്കുന്ന ബോക്സിൽ ഹിയോക്കിക്ക് ഇടാൻ പറ്റി എന്തുണ്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഫോക്സിൻ്റെ ചെവി വരുന്ന ഒരു ബോ പോലത്തെ സംഭവം, പിന്നെ അതിൻ്റെ ഒരു വാല് പോലെ വരുന്നൊരു കണക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൊടുത്തിട്ട് ഹിയോക്കിനെ ആ ഒരു ക്യാരക്ടറാക്കി മാറ്റാമെന്ന് വെച്ചിട്ട് അവൻ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹിയോക്കിൻ്റെ വധരായുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ വധരായാണെങ്കിൽ നീ ഭയങ്കര ക്യൂട്ടായി, എനിക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കാണുമ്പോൾ വധരായുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നീ തന്നെയല്ലേ അവനെ ഇട്ട് കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവനെ കളിയാക്കുന്നുണ്ട്. അടുത്ത് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സുജിത്താനിയും അവൻ്റെ മറ്റു കുറച്ച് ഫ്രണ്ട്സും കൂടെ ആയിട്ട് ഹിയോക്കിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സുജിത്താനിയും ഫ്രണ്ട്സും ഹിയോക്കിനെ കാണാൻ വന്നാലും വധരായാണെങ്കിൽ ജലസാവാറുണ്ട്. ഇപ്പോഴും ആ താളവും തെറ്റിക്കുന്നില്ല. കാണുമ്പോൾ തന്നെ ഇവൻ ജലസായിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇത്തവണ സുജിത്താനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോൾ ഇവരോട് സംസാരിക്കാൻ വന്നാലും നീ എന്തിനെങ്കിലും ഇടയ്ക്കായിരുന്നു, നീ എന്താ ജലസാണോ, കുറച്ച് നാളെങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വധരായപ്പോൾ ജസ്റ്റ് ഒന്ന് പതറുന്നുണ്ട്. ആ സമയം സുജിത്താനി കണ്ടോണ്ട് എനിക്ക് അപ്പോഴേ തോന്നി എന്ന് പറഞ്ഞിട്ട് ഹിയോക്കിയുടെ കുറച്ച് സ്കൂൾ ലൈഫിലെ കാര്യങ്ങൾ മുമ്പത്തെ പറഞ്ഞു തരട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഹിയോക്കി ചെയ്ത കുറച്ച് മണ്ടത്തരങ്ങളാണെന്ന് പറഞ്ഞിട്ട് സുജിത്താനി 2-3 കാര്യങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ ആക്ച്വലി സുജിത്താനി തന്നെ ചെയ്തതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹിയോക്കാരി ഞാനാണ് ഇതൊക്കെ നീയല്ലേ ചെയ്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് വധരായാണെങ്കിൽ സുജിത്താനിയുടെ അടുത്ത് നിനക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, നിൻ്റെ അക്കൗണ്ട് തന്നു കഴിയാൽ ഞാൻ നിന്നെ ഫോളോ ചെയ്യാം, എനിക്കാണെങ്കിൽ ഹിയോക്കിയുടെ ഇനിയും കുറേ കഥകൾ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ടത് സുജിത്താനി പിന്നെന്താ ഞാൻ റെഡി, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങ് ഹാപ്പി ആയിട്ട് ചെല്ലുന്നുണ്ട്. അതേസമയം തന്നെ കൂടെ വന്ന് മറ്റു 2 പയ്യന്മാർ ഞങ്ങളെയും കൂടെ ആഡ് ചെയ്യോ, ഞങ്ങളാണെങ്കിൽ ഹിയോക്കിയുടെ ക്ലബ്ബ് ആക്ടിവിറ്റീസിലുണ്ടായിരുന്ന ഫോട്ടോസ് നമ്മളെല്ലാം നിനക്ക് അയച്ചു തരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹിയോക്കിയിൽ എന്ത് കിട്ടായാലും നിന്ന് കൊടുക്കുന്നുണ്ട് തന്നെ മാത്രമാണെങ്കിൽ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹിയോക്കിക്ക് വേറൊരു സ്ഥലത്തായിരുന്നു റിസപ്ഷനായിട്ട് ചെന്നിട്ടായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവനും സുജിത്താനിയും ഫ്രണ്ട്സൊക്കെ അവിടെ ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം വധര ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ സുജിത്താനി പറയുന്നുണ്ട്, വധര നല്ല ചക്കനാണ് നല്ലെങ്കിലും എനിക്കറിയായിരുന്നു, പക്ഷേ എനിക്ക് ആക്ച്വലി നീയും ആ ഒരു വലിയ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവർ നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം മനസ്സിലായി അങ്ങനെയൊന്നുമില്ല, അവർ നിന്നെ ഫ്രണ്ട്സായിട്ടാണ് കാണുന്നത്. ഹിയോക്കി അപ്പോൾ ആദ്യം എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു, അവരുമായിട്ട് ഫ്രണ്ട്സ് ആയപ്പോഴാണ് എനിക്കും ഒന്ന് സമാധാനമായത്, അവരെനിക്ക് അങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നത്. ആ സമയമാണ് ഹിയോക്കിയുടെ കൂടെ അവൻ്റെ കുഞ്ഞിലത്തെ പഴയ സ്കൂളിൽ പഠിച്ച അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി കയറി വരുന്നത്. നമ്മൾ അന്നേനെ മറ്റൊരു എപ്പിസോഡിൽ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഈ ഒരു അന്നേനെ അവിടെ വെച്ച് കാണുമ്പോൾ ഹിയോക്കി പെട്ടെന്നല്ല നീ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേ അപ്പോൾ അത് ഞാൻ പിന്നെ ഈ കൾച്ചറൽ ഫെസ്റ്റിവൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്, നിൻ്റെ ക്ലാസ് ഹാലോവിൻ കഫേയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വധരായി മെസ്സേജ് ഇട്ടോ പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അവനാണെങ്കിൽ വധരായി നിനക്ക് മെസ്സേജ് ഇട്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അന്നയാണെങ്കിൽ അയ്യോ അറിയാതെ പറഞ്ഞോ എല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല നീ അത് വിട്ട് വാങ്ങിയേക്കാൻ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അടുത്ത വർക്ക് കഴിഞ്ഞ് ഹിയോക്കി അടുത്ത ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുന്ന സമയം അന്നയാണെങ്കിൽ വധരായി തനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞാലും ഇവൻ്റെ മനസ്സിൽ നിന്ന് പോവാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവൻ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വധരായി പോപ്പുലർ അല്ലേ, ഒരു പക്ഷേ ഇവളും അവൻ്റെ പുറകെ പോകുന്നതായിരിക്കും. അങ്ങനെ വിചാരിച്ച് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് സ്കൂൾ ട്രിപ്പിൽ ഇവരോട് നടന്ന 2-3 പെൺകുട്ടികളുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടികൾ ഹിയോക്കിനെ വിളിച്ചിട്ട് ദേ നീ അത് കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സംഭവം നോക്കുമ്പോൾ വധരായും അന്നയും കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു ആംഗിളിൽ നിന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും കിസ് ചെയ്യുന്ന പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഹിയോക്കി ഇതിങ്ങനെ കാണുന്നുണ്ട്. ഹിയോക്കിക്ക് സങ്കടമാവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അന്ന പോകുന്നുണ്ട്. അന്ന പോയി കഴിയുന്നതും വധരായാണെങ്കിൽ ഹിയോക്കി അവിടെ നിൽക്കുന്നുണ്ട്. ആ ഹിയോക്കി നീ തിരിച്ചു വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹിയോക്കി ആണെങ്കിൽ വലിയ മൂഡില്ല. അവൻ ജസ്റ്റ് അങ്ങനെ വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിന്നിട്ട് അവൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവരിങ്ങനെ കഫേ നടത്തുന്നതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കാനായിട്ട് ചെയ്യുന്ന കുക്കീസ് തീരുന്നുണ്ട്. അങ്ങനെ ഹിയോക്കി ഇത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം ഹിയോക്കി വല്ലാണ്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് അവനോടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ട് വധരായി പുറകെ പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ വധരായിക്ക് പെട്ടെന്നൊരു ഡ്യൂട്ടി കിട്ടിയിട്ട് അവനാണെങ്കിൽ ഹിയോക്കിനെ പുറകെ പോകാൻ പറ്റാതെ വരാണ്. അങ്ങനെ ഹിയോക്കിനെ കാണിക്കുകയാണെങ്കിൽ അവൻ കുക്കീസ് എടുത്തോടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടായിട്ടുള്ള വേറെ പെങ്കുച്ചും ആങ്കുച്ചൊക്കെ പുറത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇവൻ കാണുന്നുണ്ട്. ആ സമയം ഹിയോക്കി വിചാരിക്കുന്നുണ്ട് എന്നെക്കാളും ബെറ്ററായിട്ട് വധരായും പിന്നെ അന്നയും തമ്മിൽ ചേരുമെന്നൊക്കെ. ആ സമയം അങ്ങോട്ടേക്ക് മോറിസാക്കിയുടെ ചേട്ടൻ റോക്കിയോ സാൻ വന്നിട്ടുണ്ടായിരുന്നു. റോക്കിയോനെ നമ്മൾ കഴിഞ്ഞ മറ്റൊരു എപ്പിസോഡിൽ കണ്ടതാണ്, ഒരു ബീച്ചിൽ ട്രിപ്പ് പോയപ്പോഴത്തേക്കും. അപ്പോൾ പെട്ടെന്ന് അവനെ കാണുമ്പോഴത്തേക്കും ഹിയോക്കി ആണെങ്കിൽ അല്ല നിങ്ങളെന്താ ഇവിടെ, സ്റ്റുഡൻസ് എല്ലാത്തവർക്കും ഇവിടെ കയറാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതൊക്കെ നീ വിട്, നീയാണെങ്കിൽ ഒരുമാതിരി നിൽക്കുന്നുണ്ടല്ലോ, എന്തൊരു ഇതിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹിയോക്കി അപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സത്യം പറയാൻ നീയാണെങ്കിൽ വധരേനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നിനക്ക് അവൻ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോക്കി അല്ല നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി, നിങ്ങൾക്ക് അത് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിന്നെ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, നീ ഇങ്ങനെ ഷോക്കാവുമെന്ന് വേണ്ട, കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ചോദിച്ചത്, ഞാൻ മുമ്പ് ഒരു പയ്യനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബീച്ചിൽ ട്രിപ്പ് പോയപ്പോൾ നിനക്ക് അവനും പരസ്പരം ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ട് ഞാൻ നിങ്ങളെ സീക്രട്ടായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ അത് പിന്നെ ആക്ച്വലി വധരായ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു പയ്യനല്ലേ, അപ്പോൾ അവനെപ്പോലൊരു പയ്യൻ എൻ്റെ കൂടെയൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ ശരിയാവാത്ത പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം മോർസാക്കിയുടെ ചേട്ടൻ അപ്പോൾ അതായിരുന്നല്ലേ സത്യം പറയുന്നത് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ വന്നാലും അവന് നിന്നെ ശരിക്കും ഇഷ്ടമാണ്,
ആദ്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, എന്തൊക്കെയായാലും അവൻ നിന്നെ വിട്ട് പോകത്തില്ല. പിന്നെ വധരായ ആയതുകൊണ്ട് തന്നെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ നിൻ്റെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കണമെന്നാണ് എൻ്റെ ഒരിത്. പിന്നെ ഈ ഒരു ഏജിൽ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് പോലെ വലുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരാളെ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ജലസാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം വധരായാണെങ്കിൽ ഹിയോക്കിയുടെ അടുത്തുനിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ കുക്കീസൊക്കെ എടുക്കാൻ പോയി ആ ഒരു ക്ലാസ് റൂമിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹിയോക്കി അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ വധരായ്ക്ക് അവിടെ വെച്ച് ഹിയോക്കിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് ഇവരുടെ ഒരു ഹാലോവിൻ കഫേയൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡ്രസ്സ് മാറ്റിയിട്ട് എൻ്റെ പൊന്നെ ഞാൻ തളർന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുമ്പോൾ ഹിയോക്കിയും അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സമയം വധരായ് നീ ടയേർഡായില്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കാൻ വരാമെന്ന് ഹിയോക്കിയോട് ചോദിക്കുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ അതിന് മുന്നേ എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിലാണ് പെട്ടെന്ന് നമ്മൾ സുജിത്താൻ്റെ കയറി വന്നിട്ട് ഹിയോക്കി നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ ഹിയോക്കി എന്താ സംഭവം ചോദിക്കുന്നുണ്ട്. ഇവരെ ഹാലോവിൻ കഫേ ക്ലോസ് ആയെങ്കിലും ഈ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ഇന്നത്തെ എൻഡ് ആയിട്ടില്ല, ഇനിയും പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കോസ്റ്റ്യൂം കോൺടെസ്റ്റ് ഉണ്ട്. അതിൽ ഇവരെ റെപ്രസെൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു പെൺകുട്ടിയുണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. എന്നാൽ അവൾക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നീ ആ പെൺകുട്ടിയായിട്ട് ഇറങ്ങാമോ എന്ന് ചോദിക്കാനാണ് ഇപ്പോൾ ഹിയോക്കിയുടെ അടുത്ത് വന്നേക്കുന്നത്. ഹിയോക്കി അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് അപ്പം തന്നെ പറയുന്നുണ്ട്. ആ സമയം ഹോത്തയും മോർസാക്കിയൊക്കെ അല്ല വേറെ ആരെങ്കിലും ചോദിക്കൂടെ എന്നതിന് ചോദിക്കുന്ന സമയം അത് പിന്നെ ആ ഡ്രസ്സ് കണക്കാവുന്ന കുഞ്ഞായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വേണ്ടേ. അങ്ങനെ 2-3 പേരടുത്ത് ചോദിച്ചു. എന്നാൽ അവരാരും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇനി ഹിയോക്കി മാത്രമേ ബാക്കിയുള്ളൂ, പ്ലീസ് നീ സമ്മതിക്കണമെന്ന് പറയുന്നുണ്ട്. ഹിയോക്കി ഇല്ലയെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വധരായാണെങ്കിൽ ഹിയോക്കിക്ക് ഓക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ ഹിയോക്കി ഓക്കെ എന്നും പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2-3 പാർട്ടിസിപ്പൻസ് കഴിയുമ്പോൾ ഹിയോക്കി വരുന്നുണ്ട്. ഹിയോക്കി സ്റ്റാർട്ടിങ് ചെറിയൊരു ധൈര്യത്തിൽ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും വധരായി യാതൊരു റിയാക്ഷനും ഇല്ലാതെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും വധരായിക്ക് തൻ്റെ ഇപ്പം നാണക്കേട് തോന്നുന്നുണ്ടായിരിക്കും, താനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഹിയോക്കി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഹിയോക്കി ആണെങ്കിൽ നാണം കെട്ടി തന്നെ അവൻ എന്തോ ഇങ്ങനെ പറ്റൂല എന്നുള്ള സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് ചെന്നിട്ട് അവൻ തിരിച്ചങ്ങ് കയറി പോകുന്നുണ്ട്. പിന്നീട് അവൻ ബാക്കിയുള്ളവർ ഫേസ് ചെയ്യാൻ വെച്ചിട്ടൊക്കെ തന്നെ റൂഫ് ടോപ്പിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് വധരായി വന്നിട്ട് ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ, നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു, ഇപ്പോൾ കണ്ടപ്പോഴാണ് സമാധാനമായത്, എന്തോ പറ്റി നീ എന്താ ഒരുമാതിരി നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോക്കി ആണെങ്കിൽ ഭയങ്കര വിഷമിച്ചിട്ട് അത് പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാനൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അത് തന്നെയാണ് എൻ്റെ മൈൻഡിൽ കിടക്കുന്നതും. പക്ഷേ മറ്റൊരു രീതി ചിന്തിക്കുമ്പോഴത്തേക്കും അന്ന എന്തുകൊണ്ടും നിനക്ക് നല്ല മാച്ചാവുന്നൊരു പെൺകുട്ടിയാണ്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു, ഫ്രണ്ട്സായി, അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടോ എന്നെക്കാളും ബെറ്റർ മാച്ച് നിനക്ക് വേറെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം മാത്രമായി വന്ന് ഇവനെ ഹഗ് ചെയ്തിട്ട് ഇന്ന് മൊത്തം നീ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ആലോചിച്ചുകൊണ്ടിരുന്ന് ടെൻഷൻ ആകുമായിരുന്നു. ഐ എം സോറി, ഞാൻ നിന്നോട് നേരത്തെ തുറന്ന് പറയാറുണ്ടായിരുന്നു. അന്നേനെ വിളിച്ചു വരുത്തിയത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവളുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാനായിരുന്നു ഞാൻ വിളിച്ചത്. ക്രിസ്മസ് വരെയല്ലേ, നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സജഷൻസും ചോദിക്കാനും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അന്നേനെ വിളിച്ചത്. പോകുന്നതിന് മുന്നേ തന്നെ നീ എങ്ങാനും തെറ്റിദ്ധരിക്കും എന്നൊക്കെ കരുതിയിട്ട് അവൾ എൻ്റെ അടുത്ത് സോറി വരെ പറഞ്ഞിട്ടാണ് പോയെന്ന് പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ ഓ അങ്ങനെയായിരുന്നോ, അത് പിന്നെ അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്നുള്ള രീതിയിലും പറയുമ്പോഴത്തേക്കും വധരായാണെങ്കിൽ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ മനസ്സിലും ഇന്ന് നീ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഫാൻസി ഡ്രസ്സിന് നീ ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ വന്നപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. നീ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവത്തില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് നീ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സ്കൂൾ ട്രിപ്പിൽ നമ്മൾ ഒരു ഗ്രൂപ്പിലാവത്തില്ലായിരുന്നു, സംസാരിക്കത്തില്ലായിരുന്നു, പരസ്പരം മനസ്സിലാക്കത്തില്ലായിരുന്നു, ഇപ്പോൾ ഇതുവരെ വന്ന് നിൽക്കത്തുപോലും ഉണ്ടായിരുന്നില്ല. നീ എങ്ങനെയാണോ ഉള്ളത് എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. നീ ഒരു ആൺകൊച്ചാണോ പെൺകൊച്ചാണോ അതൊന്നും അല്ല നോക്കുന്നത്, നീയായിട്ടാണുള്ളത്, എനിക്ക് അതാണ് ഇഷ്ടം, അത്രേ ഉള്ളൂ. നീ ഇതിനെക്കുറിച്ചോർത്ത് വേറെ ടെൻഷനാവാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ എനിക്കും അങ്ങനെയാണ്, ഇത് നീ ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് വധരായാണെങ്കിൽ ശരിയെന്നാൽ നമുക്ക് ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ട് തിരികെ നടക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഹിയോക്കിയുടെ കാല് പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ വധരായാണെങ്കിൽ എന്തൊരു കാല് വേദനിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് തിരിച്ച് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോക്കി ആണെങ്കിൽ വേണ്ട എനിക്കാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും തിരിച്ച് വധരായി പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ ഒരിക്കലും ഇല്ല, ഞാൻ സ്പോർട്സ് ടീമിലുള്ളതല്ലേ, നിന്നെക്കാളും മസിൽ എനിക്കുണ്ട്, ഞാനും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നീ വർക്കൗട്ട് ചെയ്യുമോ എന്ന് വധരായി ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹിയോക്കിയുടെ ആപ്സ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ വധരായിട്ട് കൈ പിടിച്ച് അവൻ്റെ വയറ്റിലേക്ക് കൊണ്ട് വയ്ക്കുന്നുണ്ട്. അവന് ചെറുതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ആപ്സ് എല്ലാം ആ ഒരു ഡ്രസ്സിൽ കൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വധരായി അപ്പോൾ ഹിയോക്കിനെ പിടിച്ച് ക്ലോസ് ആക്കി നിർത്തിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്ക് തന്നെ അറിയാമല്ലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് കിസ് ചെയ്യാനൊക്കെ പോകുന്നത് പോലെ ചുമ്മാ അവനായിട്ട് കളിപ്പിക്കുന്നുണ്ട്. അവനെ ബ്ലഷ് ആക്കാനായിട്ട് ചെയ്ത പരിപാടിയായിരുന്നു. വധരായി എന്നിട്ട് ഞാൻ ചുമ്മാ തന്നെ കളിപ്പിച്ചതാവാ, നമുക്ക് ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈയും പിടിച്ച് നേരെ അവർ ക്ലാസ്സിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.